നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് വിഷുവാണ്. വിഷു എന്ന് പറയുമ്പോൾ തന്നെ രാവും പകലും തുല്യമായിട്ടുള്ള ദിവസത്തിനെയാണ് വിഷു എന്ന് പറയാം. അത് വർഷത്തിൽ 2 തവണ സംഭവിക്കും കേട്ടോ. ഒന്ന് ഈ മേടമാസം 1-ാം തീയതി, പിന്നെ ഒന്ന് തുലാമാസം 1-ാം തീയതി. അതായത് നമുക്ക് വർഷത്തിലെ 2 വിഷു ഉണ്ട്. നമ്മൾ പക്ഷെ ആഘോഷിക്കുക മേടമാസത്തിലുള്ള വിഷുവാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് തുലാമാസത്തിൽ സൂര്യനെ കണി കണ്ടത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മേടമാസത്തിൽ സൂര്യനാണല്ലോ അംഗഭംഗമൊക്കെ ഉള്ളത്, അതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് നമ്മൾ കണി കാണുന്നു. പിന്നെ വിഷു എന്നൊക്കെ പറയുന്നതേ പുതുവത്സരാണ്. അതോടൊപ്പം തന്നെ കാർഷിക ഉത്സവം കൂടിയാണ്. അപ്പൊ കാർഷിക വിളകളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു മാസമാണ് ഈ മേടമാസം. തുലാപ്പത്ത് പൂപ്പത്ത് എന്നല്ലേ പറയാം. പൂവിടെയുള്ളൂ. വിളകളൊക്കെ ഉണ്ടാകുന്നത്, പാകമാവുന്നത്, നമുക്ക് കഴിക്കാനായിട്ടുള്ള ആ ഉപയോഗത്തിനാകുന്നത് ഈ ഒരു മേടമാസത്തിലാണ്. അപ്പൊ നമ്മൾ അതൊരു കാർഷിക ഉത്സവമായിട്ട് ആഘോഷിക്കണു, വിഷുവായിട്ട് ആഘോഷിക്കണു കേട്ടോ. അപ്പൊ ഈ വിഷു ദിനത്തിലെ നമ്മൾ നമ്മുടെ ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനായിട്ട് പോകുന്ന വിഷുക്കോടിയാണ് കേട്ടോ ഇത്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഫാമിലിയുടെ വകയായിട്ടാണ് ഇത്രയും വിഷുക്കോടികൾ നമ്മൾ ഭഗവാനെ സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഉണ്ണിക്കണ്ണന് നല്ല സന്തോഷം ഉണ്ടാകും. അപ്പൊ ആ സന്തോഷമൊക്കെ അനുഗ്രഹങ്ങളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ധാരാളമായിട്ട് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ നേരാണ്. അപ്പൊ ഇന്ന് വിഷുവുമായി ബന്ധപ്പെട്ട ഒരു കഥയൊക്കെ പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ കഥയ്ക്ക് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറയണ്ടേ. ഗുരുവായൂരപ്പന്റെ അലങ്കാരം തന്നെ ആദ്യം പറയാം. ഭഗവാൻ ഇന്നലെ ശ്രീലകത്ത് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞുണ്ണികൃഷ്ണൻ 2 കാലുകളും പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുഴൽ വിളിക്കായിരുന്നു കേട്ടോ. വേണുനാഥം പൊഴിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു, മുരളീധരനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഭഗവാനെ കാണാനായിട്ട്. നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ ആ പൊന്നോടക്കുഴല് ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് വേണുനാഥം പൊഴിക്കുന്നുണ്ടായിരുന്നേ. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഭഗവാനെ. ഒരെണ്ണത്തിൽ ഏറ്റവും മുകളിലുള്ളത് 3 നിറമുണ്ട് കേട്ടോ. ചുവപ്പുണ്ട്, പച്ചയുണ്ട്, വെള്ളയുണ്ട്. അതായത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടം ഉണ്ട്. പിന്നത്തെ തിരുമുടി മാലയിലെ നന്ദ്യാർവട്ടവും തെച്ചിയാണ് കേട്ടോ. അതിങ്ങനെ മാറി മാറി കോർത്തിരിക്കുകയാണ്. പിന്നത്തെ തിരുമുടി മാല നന്ദ്യാർവട്ടം മാത്രമേ ഉള്ളൂ. മുഴുവനായിട്ട് നല്ല തൂവെള്ള നിറത്തിലായിരുന്നു ആ ഒരു തിരുമുടി ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഉണ്ടമാലയുണ്ട് കേട്ടോ. ആ ഉണ്ടമാലയിലും നിറയെ തൂവെള്ള നിറാണ്, നിറയെ നന്ദ്യാർവട്ടപ്പൂക്കൾ കോർത്തിരിക്കുക. ഈ താഴേക്ക് എത്തുന്ന സമയത്ത് മാത്രം കുറച്ച് തുളസി കോർത്തിട്ടുണ്ട്. ഇതിന് നടുക്കാണ് വേണു ഊതിക്കൊണ്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. പൊന്നിൻ കിരീടമൊക്കെ ശിരസിൽ അണിഞ്ഞിട്ടുണ്ട്. നെറ്റിയിൽ ഗോപി തിലകുണ്ട്, കാതുപൂക്കളുണ്ട്. പിന്നെ 3 മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. തോളുകളിലും ഓരോ കുഞ്ഞു ഗോപി തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ ഉണ്ട്. ആ പൊന്നോട് കുഴലെടുത്തിട്ട് ഇങ്ങനെ ചുണ്ടോട് ചേർത്തിട്ട് വേണുനാഥം പൊഴിക്കുകയാണ് ഭഗവാൻ. നമ്മളെല്ലാവരെയും ആ വേണുനാഥത്തിലെ അലിയിച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വെളുത്ത കസവും മുണ്ടാണ്, അത് നല്ല നേർത്തതാണ് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു പട്ടുകോണമൊന്നും കാണാനില്ലല്ലോ, ഇന്നും മുടുക്കാപ്പെട്ടിയാണോ എന്നൊക്കെ വിചാരിച്ചു. നന്നായി അടുത്തപ്പോഴാണ് മനസ്സിലായത് ഒരു കസവും മുണ്ടൊക്കെ ചുറ്റിയിട്ടുണ്ട്. അത് വളരെ നേർത്തതാണ് കേട്ടോ. കുഞ്ഞിക്കാലുകളൊക്കെ ഇങ്ങനെ പിണച്ച് വെച്ചിട്ട് കാൽത്തളകളൊക്കെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സുന്ദരനായിട്ട് വേണുനാഥം പൊഴിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ഗുരുവായൂരപ്പനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോ പുലർച്ചെ കണി കാണാൻ പോയ സമയത്തും അതേ രൂപത്തിൽ തന്നെ ഭഗവാൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഭഗവാനെ കണി കാണാനായിട്ട് സാധിച്ചു. ഈ ഒരു പുതുവർഷ പുലരിയിലെ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് കൈനീട്ടം ലഭിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം കൂടെ കിട്ടി. അപ്പൊ അത് നിങ്ങളുടെ അടുത്തും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം എല്ലാവർക്കും മനസ്സിൽ തോന്നൂല്ലോ. ഭഗവാനെ കണ്ടതായിട്ട് തോന്നാറുണ്ടെന്ന് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ കണി കണ്ടതായിട്ടുള്ള ആ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും കൂടെ കരുതിയിട്ടാണ് കേട്ടോ അത് പറയണത്. വിഷു കൈനീട്ടും എല്ലാവർക്കും ലഭിച്ചതായിട്ട് ഭഗവാൻ തന്നെ എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്ന് തന്നെ ഭഗവാൻ എല്ലാവരും പറയാനായിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭഗവാന്റെ ആ മുരളി ഊതുന്ന രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ തൃപ്പാദങ്ങളിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ മുരളീധരനായി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ നമ്മൾ ഗണപതിയെ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഗണപതിക്ക് ഒരു കസവും ഉണ്ടായിരുന്നു കേട്ടോ, ഉടയാടയിട്ടുണ്ടായിരുന്നേ. തുമ്പിൽ 2 പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തിലകം വെച്ചിട്ടുണ്ട്, ഒരു സ്വർണ്ണ പൂ വെച്ചിട്ടുണ്ട്. ആ തിലകത്തിന്റെ 3 തിലകങ്ങളാണ് കേട്ടോ. അത് കിരീടത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. പിന്നെ സ്വർണ്ണ നിറത്തിലെ കിരീടം, ചുവന്ന കല്ലുള്ളത്, കാതിൽ പൂക്കൾ വെച്ചിട്ടുണ്ട്. 2 കൈകൾ പോലെ ഇങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിലും സ്വർണ്ണപ്പൂക്കൾ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പം അങ്ങനെയായിരുന്നു ഗണപതിയുടെ അലങ്കാരം ഉണ്ടായിരുന്നത്. എല്ലാവരും ഗണപതിയുടെ ആ മുഖവും രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിലും എല്ലാവരും ഒന്ന് ഏത്തമുട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മയുടെ അലങ്കാരം പറയാട്ടോ. ഭഗവതി അമ്മ ഇന്നലെ ഭഗവതി അമ്മയല്ല, ഭഗവതി കുട്ടിയായിട്ടായിരുന്നു, ചെറിയൊരു ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു പെൺകുട്ടി ഇങ്ങനെ പട്ടുപാവാടയൊക്കെ ഇട്ട് നിൽക്കില്ലേ, പക്ഷെ പാവാടയല്ല, ഒരു കസവ് മുണ്ടാണ് കേട്ടോ. കസവ് മുണ്ടും മുകളിലെ ഒരു ചുവന്ന കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. നിറയെ സ്വർണത്തിന്റെ കുത്തുകുത്തുകളുള്ള, ചുവപ്പിൽ സ്വർണ്ണക്കുത്തുകളുള്ള കുപ്പായാണ് അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നല്ല സുന്ദരിയായിട്ട് ഒരു ചെറിയ പെൺകുട്ടി അങ്ങനെ വന്ന് നിൽക്കുക നമ്മുടെ ഭഗവതി കുട്ടിയായിട്ട്. നല്ല ഭംഗിയും കേട്ടോ കാണാനായിട്ട്, നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട്. ആ മുഖമൊക്കെ കാണാനും ദേഹമൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു മാലയൊക്കെ സ്വർണ്ണ നിറത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്, ഈ വെളുത്ത നൂല് കൊണ്ട്. പിന്നെ കഴുത്തിന്റെ ഭാഗത്തും, അതായത് ഈ ഡ്രസ്സിന്റെ ഒരു ബോർഡർ ഉണ്ടല്ലോ അതുപോലെയൊക്കെ വെച്ചിട്ട്, ഈ തോൾവളകൾ പോലെ, കയ്യിൽ കുപ്പിവളകളൊക്കെ പോലെ വെളുത്ത നൂല് കൊണ്ടാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത്. പിന്നെ നന്നായിട്ട് പുഞ്ചിരിക്കുന്നുണ്ട് നമ്മുടെ ഭഗവതി കുട്ടി, നല്ല രസത്തിൽ പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടുണ്ട്, കാതിൽ കുഞ്ഞു പൊട്ടുകൾ വെച്ചിട്ടുണ്ട്, നെറ്റിയിൽ കുഞ്ഞു സ്വർണ്ണപ്പൊട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞു കിരീടം, ഒരു പ്രഭാവലയൊക്കെ ഉള്ള, ഒരു അർദ്ധവൃത്താകൃതിയിൽ പ്രഭാവലയൊക്കെ ഉള്ള ചെറിയൊരു കിരീടം ഉണ്ട് ഭഗവതി അമ്മയ്ക്ക്. അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന ഒരു സുന്ദരി കുട്ടിയായിട്ടായിരുന്നു ഭഗവതിനെ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഭഗവതിയുടെയും അനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കട്ടെ. ഭഗവതിക്ക് മുന്നിലും ആ പാദങ്ങളിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി അയ്യപ്പനെ കാണാം. അയ്യപ്പൻ നന്നായിട്ട് തന്നെയാണ് കേട്ടോ അണിഞ്ഞൊരുങ്ങിയിട്ടിരിക്കുന്നുണ്ടായിരുന്നത്. ചുവന്ന പട്ടുടയാടെയാണ്, അരയിൽ മഞ്ഞ കസവ് കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. സ്വർണ്ണ നിറത്തിലെ 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്വർണ്ണ പൊട്ടുകൾ പോലെ തോന്നിക്കുന്ന സ്വർണ്ണപ്പൂക്കൾ, ആ അരികിൽ മാത്രമേ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാതിൽ പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റിയിലെ ഒരു ചുവന്ന പൊട്ടുണ്ട്, കുങ്കുമം പോലെ ഒരു പൊട്ട് വെച്ചിട്ട്, പിന്നെ ഒരു സ്വർണ്ണ പൊട്ടുണ്ട്. പിന്നെ അയ്യപ്പന്റെ കിരീടമാണ്, സ്വർണ്ണ നിറത്തിലൊരു കിരീടം ഉണ്ട് അയ്യപ്പന്. അതാണ് ശിരസിൽ ചൂടിയിരിക്കുന്നത് കേട്ടോ. അതായിരുന്നു ഇന്നലത്തെ അയ്യപ്പന്റെ അലങ്കാരം. അപ്പൊ എല്ലാവരും ആ ഒരു അലങ്കാരമൊക്കെ മനസ്സിൽ നന്നായിട്ട് കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളും. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് വിഷുവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാട്ടോ. വിഷുക്കണി വെക്കാനായിട്ട് എന്ന് മുതലാണ് ആരംഭിച്ചത്, അങ്ങനെ ഒരു കഥയാണ് പറയുന്നത്. പരശുരാമനെ എല്ലാവർക്കും അറിയാം അല്ലേ. പരശുരാമന്റെ കേരളം സൃഷ്ടിച്ചത്, വലിച്ചെടുത്തു, പൊക്കിയെടുത്തു, ആ കഥയൊക്കെ ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യമൊക്കെ അദ്ദേഹം പൂർത്തിയാക്കി. അതായത് ഈ ഭൂമിയിലുള്ള എല്ലാ ദുഷ്ടരായിട്ടുള്ള ക്ഷത്രിയരെയും വധിച്ചിട്ട് ഭൂമിയെല്ലാം കശ്യപ മഹാരാജാവിന് അദ്ദേഹം തിരിച്ചു നൽകി. എന്നിട്ട് അദ്ദേഹം ഇനി സ്വസ്ഥമായിട്ടിരുന്നിട്ട് തപസ് ചെയ്യാം, അതിനു വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പൊ ഇവരിനെയൊക്കെ വധിച്ചതിന്റെ, ക്ഷത്രിയരനെയൊക്കെ വധിച്ചതിന്റെ ഒരു പാപം എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അത് മാറാനായിട്ട് ഈ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെയാണ് കേരളമൊക്കെ കണ്ടെടുക്കുന്നതും അവർക്ക് ഭൂമി ദാനമായിട്ട് നൽകുന്നതും. അങ്ങനെ പലതരത്തിൽ ആ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ. എന്തായാലും എല്ലാത്തിൻ്റെയും അവസാനം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തത്വം അത് ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ബ്രാഹ്മണർക്ക് ഭൂമിയൊക്കെ ദാനമായിട്ട് നൽകിട്ടോ. എന്നിട്ട് ഇദ്ദേഹം പോകുന്ന സമയത്ത്, തപസ് അനുഷ്ഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഭയം, ഇനിയിപ്പോൾ ആ ക്ഷത്രിയരുടെ ആരെങ്കിലും പിന്നെയും വന്നിട്ട് ഇവരെന്നെ ഉപദ്രവിച്ചാലോ, അങ്ങനെയൊക്കെ തോന്നി. അപ്പം ഞങ്ങൾ എന്താ ചെയ്യുക, പെട്ടെന്ന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്താ ചെയ്യാന്നൊക്കെ പരശുരാമൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്താവശ്യം ഉണ്ടെങ്കിലും ഈ മന്ത്രം ഒന്ന് ചൊല്ലിയിട്ട് എന്നെ ഒന്ന് സ്മരിച്ചാൽ മതി, അടുത്ത നിമിഷം ഞാനിവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തപസ് ചെയ്യാനായിട്ട് പോയത്. അങ്ങനെ ഈ ബ്രാഹ്മണര് സുഖമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം ഉണ്ട്, സമൃദ്ധിയായിട്ടാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ, അതായത് എല്ലാം അവർക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാതും പ്രകൃതി തന്നെ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ പൂജകള്, യാഗങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഇവരിതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുക. കുറേയൊക്കെ കഴിഞ്ഞപ്പോഴേ ഇവർക്ക് അതിലൊരു എന്താ പറയുക, അവരുടെ ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാനായിട്ട് തുടങ്ങി. അതങ്ങനെയാണല്ലോ, കുറേ സുഖ സൗകര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് സുഖ സൗകര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ തെറ്റുകളിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ആ ദുഷിച്ച കൂട്ടുകെട്ട് അങ്ങനെയുള്ളതിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കേട്ടോ, അത് വളരെ കൂടുതലാണ്. അപ്പൊ ഇവർക്കും അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇവർ വിചാരിച്ചു, പരശുരാമൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്, പക്ഷെ അങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരാൾക്ക് വരാനായിട്ട് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കണമല്ലോ. അങ്ങനെയാണ് ശരിക്കും പരശുരാമനെ വിളിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവും ഇവർക്ക് നിലവിലില്ല. കാരണം എല്ലാം ഉണ്ട്, എല്ലാം സമൃദ്ധിയായിട്ടാണ്, ഒരു ജോലിയും ചെയ്യണ്ട. അപ്പോൾ വെറുതെ ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിക്കാലോ എന്ന് വിചാരിച്ചിട്ട്, കുറച്ച് അതിൻ്റെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ട് എന്ന് വേണം കൂട്ടാനായിട്ടേ. അപ്പൊ ഇവർ വിചാരിച്ചത് ഇതൊന്നും സംഭവിക്കില്ല എന്നാ. അവര് അന്ന് ഉപദേശിച്ചു കൊടുത്ത ആ ഒരു മന്ത്രം ഉണ്ടല്ലോ, അത് ചൊല്ലിത്തീർന്ന അടുത്ത സെക്കൻഡിലെ
പരശുരാമൻ ഇവർക്ക് മുൻപിൽ പ്രത്യക്ഷനായി. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടോ, അദ്ദേഹം ജ്ഞാനിയാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ മടി പിടിച്ചിരുന്നിട്ടാണ്, ജോലിയൊന്നും ചെയ്യാതെ ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഇവർക്ക് തോന്നുന്നത്. അതിൻ്റെ ആ ഒരു അഹങ്കാരവും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ, ആ ദുർബുദ്ധിയൊക്കെ അവർക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമല്ലോ. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു? ഇവരെ ശപിച്ചു. അതായത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇല്ലാതാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ശപിച്ചത്. ശാപം കിട്ടിയപ്പോൾ അവർക്കൊക്കെ അവരുടെ തെറ്റ് മനസ്സിലായി. ആ നിമിഷമാണ് അവർക്ക് ബോധോദയം ഉണ്ടായത്. അത്രയും നാൾ സുഖ സൗകര്യങ്ങളിൽ കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, അതങ്ങനെയാണല്ലോ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയാറില്ലേ. അതുകൊണ്ട് ഒക്കെ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇവർക്ക് സുബോധം തിരിച്ചു കിട്ടിയത്, നല്ല ബോധം കിട്ടിയത് കേട്ടോ. അങ്ങനെയാണ് പറയാനായിട്ട്. അപ്പോൾ അവർ അയ്യോ അങ്ങനെ പറയരുത്, അങ്ങ് തന്നെയാണ് എല്ലാതും നൽകി അനുഗ്രഹിച്ചത്, അങ്ങ് തന്നെ അതങ്ങനെ ശപിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് സങ്കടം വന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പരശുരാമൻ്റെ മനസ്സ് അലിയൊക്കെ ചെയ്തു കേട്ടോ. അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നത് കൊണ്ട് അങ്ങനെ ശപിച്ചു പോയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ ഭൂമിയിൽ കൃഷി ചെയ്തോളൂ. കൃഷിയിലൂടെ എന്തായാലും വരുമാനമൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്താണോ, എന്ത് തന്നെയായാലും, അതിപ്പോൾ പച്ചക്കറികൾ, പല വർഗ്ഗങ്ങൾ, നിങ്ങൾ അതിൽ നിന്ന് ഏത് തരത്തിലുള്ള ധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും അതെല്ലാം ഭഗവാനെ കണിവയ്ക്കുക, അതായത് സമർപ്പിക്കുക. അതിൽ നിന്ന് ലഭിക്കുന്ന എല്ലാം ഭഗവാന് സമർപ്പിക്കുക. എന്നിട്ട് ആ വരുമാനം കൊണ്ട് ആ ഒരു വർഷം ജീവിക്കുക. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ എല്ലാ വർഷവും ഇത് തുടർന്നുകൊണ്ട് പോകുക, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർ അതേ പ്രകാരം ചെയ്യാനായിട്ട് തുടങ്ങി. അവർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, എല്ലാം കിട്ടിയിരുന്നു. പക്ഷെ പിന്നീട് എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവർക്ക് ലഭിക്കുന്ന വിളവുകളൊക്കെ അവർ ഭഗവാന്റെ മുന്നിൽ, മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ സമർപ്പിക്കാനായിട്ട് തുടങ്ങി. പിന്നെ അത് ഒരു വർഷക്കാലം അവരങ്ങനെ അസുഖ സമൃദ്ധിയോട് കൂടിയിട്ട് പിന്നെയും ജീവിക്കാനായിട്ട്, അത് കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിനുള്ള ആ ഒരു പ്രതിഫലം കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ എന്നാലും സന്തോഷമാണല്ലോ, അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് പിന്നെയും ജീവിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അന്ന് മുതലാണ് ഈ കണി വെക്കുക, ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നൊക്കെ കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വിഷുവിനെ അല്ലെങ്കിൽ വിഷു എന്നുള്ള ഒരു പേരിന് അർത്ഥവും കൂടെ അവിടെ പറയും. അർത്ഥമല്ല, അതെങ്ങനെ വന്നു എന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. അതായത് വിഷ്ണു പൂജ, വിഷ്ണുവിനാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ വിഷ്ണു പൂജ എന്നുള്ളത് പിന്നെ പറഞ്ഞു ലോപിച്ചിട്ടാണ് വിഷു ആയത്, അങ്ങനെയും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്, വേറെ ഒരു തരത്തിലും പറയുന്നില്ല എന്നൊന്നും ആരും വിചാരിക്കരുത്. അത് പലയിടത്ത് പല ആളുകളായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങളുടെ അടുത്തും കൂടെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വിഷുവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ കഥ പറയണത് കേട്ടോ. ഇനി ഇതോടൊപ്പം തന്നെ വേറൊരു കഥ കൂടെ പറയാം. ഈ വിഷുവിനെ വേറൊരു ഐതിഹ്യം പറയണത് രാവണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് രാവണൻ രാക്ഷസ രാജാവാണല്ലോ. അദ്ദേഹത്തിൻ്റെ ലങ്കയിൽ, അതായത് രാവണൻ ലങ്ക ഭരിച്ചിരുന്ന ആ ഒരു സമയത്ത് സൂര്യനെ നേരാവണ്ണം ഉദിക്കാനുള്ള അനുമതിയൊന്നും അദ്ദേഹം നൽകിയിരുന്നില്ല. അതായത് സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടൊക്കെ ഉണ്ടാകുമല്ലോ, വെളിച്ചം മാത്രമല്ല ചൂടൊക്കെ ഉണ്ടായിരിക്കും. ചൂടുണ്ടാകാനേ പാടില്ല, എന്നാൽ വെയിലുണ്ടാകാനേ പാടില്ല. കാരണം കൊട്ടാരത്തിലേക്ക് സൂര്യൻ്റെ ചൂടൊക്കെ വരുന്നു, വെയിലൊക്കെ അടിക്കണു. അതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അനുവാദം ഇല്ലാതിരുന്നത്. കാരണം ഈ ചൂട് കൊണ്ട് പലരും കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തപ്പോൾ രാവണൻ തന്നെ വന്നിട്ട് പറഞ്ഞു, സൂര്യ നീ ഇങ്ങനെ ചൂടാകാനൊന്നും പാടില്ല, ഇന്ന് മുതൽ നീ ചൂടാകാനേ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാവണനെ ആണെങ്കിൽ എല്ലാവർക്കും പേടിയാണല്ലോ, രാക്ഷസ രാജാവാണ്, ദേവന്മാർക്കൊക്കെ രാവണനെ ഭയമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആരും എതിർക്കാനൊന്നും പോയിരുന്നില്ല. സൂര്യനും പേടിയായിരുന്നു. സൂര്യന് പിന്നെ അത് അനുസരിക്കല്ലാതെ നിവൃത്തിയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ചൂടുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ബാലസൂര്യനായിട്ട് അങ്ങനെ ആയിട്ടായിരുന്നു ആ ലങ്കയിൽ ഉണ്ടായിരുന്നത്. ബാലസൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ അതിരാവിലെ ഉദിച്ചു വരുന്ന സൂര്യനുണ്ടല്ലോ, ഉദയസൂര്യൻ, ഒരു 6:30-7 മണി സമയത്ത് ആ സൂര്യൻ്റെ പ്രത്യേകത പ്രകാശം ഉണ്ടായിരിക്കും, പക്ഷെ ചൂടുണ്ടായിരിക്കില്ല. അങ്ങനെയാണ്. അതാണ് ബാലസൂര്യൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നട്ടുച്ച നേരാണെങ്കിലും എന്താണ് അവസ്ഥ? നട്ടുച്ചയ്ക്ക് നല്ല ചൂടല്ലേ, എന്തൊരു ചൂടാണെന്നറിയോ, ഇവിടെ നല്ല ചൂടാണ് കേട്ടോ, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ദേഹമൊക്കെ പൊള്ളും. പക്ഷേ ലങ്കയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നട്ടുച്ച നേരത്തും നല്ല തണുപ്പുള്ള സൂര്യനാണ്, പ്രകാശമുണ്ട്, ചൂടില്ല. രാവണന്റെ ആജ്ഞയാണല്ലോ, അനുസരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയായിരുന്നു സൂര്യൻ ഉണ്ടായിരുന്നത്. ചന്ദ്രനും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ചന്ദ്രനെ അവിടെ ലങ്കയിൽ ഇന്നും പൗർണമിയായിരുന്നു, എന്നും ഫുൾ മൂണായിരുന്നു. അതായത് ചന്ദ്രനെ ക്ഷയവൃദ്ധികളൊന്നും തന്നെ ഇല്ല, എന്നും ഇങ്ങനെ വട്ടത്തിൽ തെളിഞ്ഞു നിൽക്കണം, അതായിരുന്നു കൽപ്പന. അപ്പോൾ പിന്നെ പേടിച്ചിട്ട് എല്ലാവരും അത് അനുസരിക്കുകയായിരുന്നു പതിവ്. പിന്നെ രാവണന്റെ നിഗ്രഹത്തിനൊക്കെ ശേഷമാണ് ഇവർ പഴയതുപോലെ ആയത്, സൂര്യനൊക്കെ പഴയതുപോലെ ഉദിക്കാനായിട്ട് തുടങ്ങിയത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വിഷുവിൻ്റെ സമയത്ത് തലേദിവസമൊക്കെ സംക്രാന്തിയുടെ അന്ന് അത് എല്ലാം വൃത്തിയാക്കൂലോ, അതായത് അടിച്ചു വാരിയിട്ട് തീയൊക്കെ ഇടുമല്ലോ. അപ്പോൾ അത് രാവണന്റെ നിഗ്രഹശേഷം, രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം ലങ്കാദഹനത്തിൻ്റെ പ്രതീകമായിട്ടാണ് അങ്ങനെ ചെയ്യണത്. അതും കൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് വിഷുവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യ കഥ പറയുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതോടൊപ്പം തന്നെ പറയാവുന്ന ഒരു സംശയമാണ് കേട്ടോ, നമ്മുടെ ഭക്തർക്കൊക്കെ പലർക്കുമുള്ള ഒരു സംശയമാണ്. വിഷുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണി കാണുന്ന കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണിക്കൊന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണിക്കൊന്നയ്ക്ക് കൊന്ന അല്ലെങ്കിൽ ഈ കണിക്കൊന്നയുടെ മരത്തിന് കൊന്നമരം എന്നുള്ള ആ ഒരു പേര് എങ്ങനെയാണ് ലഭിച്ചതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് ശ്രീരാമൻ ബലിയെ വധിക്കുന്ന സമയത്ത് ഒളിയമ്പ് ചെയ്തിട്ടാണല്ലോ വധിക്കുക. അപ്പോൾ അത് ഒളിച്ചു നിന്നിട്ട് ഈ മരത്തിന് പുറകിൽ നിന്നിട്ടാണ് ഒളിച്ചു നിന്നിട്ട് അമ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ആ മരത്തിനെ കൊന്നമരം, അതായത് ബാലിയെ കൊല്ലാനായിട്ട് ഒളിച്ചു നിന്ന മരം, അപ്പം ആ കൊന്നമരം എന്നുള്ള പേര് വീണത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതങ്ങനെയല്ല, അങ്ങനെയൊന്നും അല്ല ആ പേര് കിട്ടിയിരിക്കണത്. ആ കൊന്നമരത്തിന് അങ്ങനെ ഒരു ചീത്ത പേരുണ്ട്. അതങ്ങനെയൊന്നും അല്ല കേട്ടോ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ഇപ്പം ഈ മരത്തിൻ്റെ, ഏത് കൊന്നമരത്തിൻ്റെ ആ തടി ഉണ്ടല്ലോ, അത് എത്ര കൊണ്ട് വലിപ്പമുണ്ട്. അതിന് ചെറുതല്ലേ, വലിയ വലിപ്പമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. അതിന് പുറകിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഒളിച്ചു നിൽക്കാനായിട്ട് പറ്റുമോ? കാണില്ലേ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ശ്രീരാമനെ പോലെ ഒരാൾ, ശ്രീരാമൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യുഗത്തിലുള്ളവരൊക്കെ നല്ല ഉയരവും തടിയും ഒക്കെ ഉള്ളവരാ, നല്ല വലിപ്പമുള്ളവരായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഒളിച്ചു നിൽക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും കാണില്ലേ. അപ്പോൾ അവിടെ തന്നെ എന്തോ ഒരു വൈരുദ്ധ്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു സമയത്ത്, രാമായണത്തിൻ്റെ സമയത്തൊന്നും മലയാളം തന്നെ വന്നിട്ടില്ല. എഴുത്തച്ഛനാണല്ലോ മലയാള ഭാഷയുടെ പിതാവ്. അതിനുശേഷമല്ലേ മലയാളമൊക്കെ ഉണ്ടായിരിക്കണത്. അപ്പോൾ മലയാളത്തിലാണ് ഈ കൊന്നമരം എന്നുള്ള ആ ഒരു പേരുള്ളത്. അന്നത്തെ കാലത്ത് അതില്ല. അന്ന് സംസ്കൃതമൊക്കെ ആയിരുന്നു. പിന്നെ ശ്രീകൃഷ്ണൊക്കെ സംസാരിച്ചിരുന്ന ഒരു ഭാഷ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംസ്കൃതത്തിലാണെങ്കിൽ കൊന്നമരത്തിനെ കൊന്നപ്പൂവിനെ കർണികാരം എന്നാണ് പറയുക. കർണികാരത്തിൻ്റെ അർത്ഥം കർണികാരം എന്ന് മാത്രമേ ഉള്ളൂ, കൊന്നപ്പൂന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള പൂവ്, അതാണ് കർണികാരം. അതല്ലാതെ ആ ഒളിയമ്പ് ചെയ്യാനായിട്ട് പുറകിൽ വന്ന് നിന്നിട്ട് കൊന്നമരം എന്നൊന്നും അതിന് അർത്ഥമില്ല. അപ്പം അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാക്കണ്ടല്ലോ. അപ്പം അത് ഇല്ല, അങ്ങനെ അത് തെറ്റാണ് എന്നാണ് പറഞ്ഞു വെക്കണത് കേട്ടോ. പലരും വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് കൊന്നമരം എന്നല്ല കൊന്നമരം എന്നുള്ള ഒരു പേര് ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെ. പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ കൊന്നപ്പൂവിനുള്ള അല്ലെങ്കിൽ കൊന്നമരത്തിനുള്ള ആ ഒരു ചീത്തപ്പേരും ഇതോട് കൂടിയിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ആരും കൊന്നമരത്തിനെ കൊന്നമരം എന്നൊന്നും പറയണ്ട കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. എല്ലാവരും വിഷുവൊക്കെ നന്നായി ആഘോഷിക്കുക. പിന്നെയും പറയുകയാണ്, നമ്മുടെ പുതുവത്സരല്ലേ, നമ്മളല്ലേ ആഘോഷിക്കേണ്ടത്. ഇന്നത്തെ ദിവസം എങ്ങനെയാണ് അതുപോലെയാണ് എല്ലാ ദിവസവും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ബുദ്ധിമുട്ടുകളുള്ളവരൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടായിരിക്കും. ഭഗവാനെ സ്മരിക്കുക എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഭഗവാനെ വിളിക്കുക. സങ്കടങ്ങളൊക്കെ ഉള്ളവർക്ക് എത്രയും പെട്ടെന്ന് അതൊക്കെ മാറ്റി തരണേ എന്ന് തന്നെ പ്രാർത്ഥിക്കുക. പിന്നിപ്പോൾ ഞങ്ങൾ വിഷുക്കോടി ഭഗവാനെ സമർപ്പിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. ഞാനും വിഷ്ണു ലാലാമ്മയും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന് വിഷുക്കോടി നൽകണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെയും വിഷുക്കോടിയായിട്ട് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൻ്റെ വകയായിട്ട് ഭഗവാന്റെ നേരെ മുന്നിൽ തന്നെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു സന്തോഷമാണ്. നമ്മുടെ വീട്ടിലുണ്ണിക്ക് ഒരു കോടി കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ണി തന്നെയാണല്ലോ ഭഗവാൻ. അപ്പോൾ ഭഗവാനും ഒരു കോടി കൊടുക്കുക. അപ്പോൾ ഭഗവാനെ എന്ത് വഴിപാട് കൊടുക്കുന്നത് പോലെ തന്നെ ഒരു കോടി കൊടുക്കുന്നതും ആ പട്ടുമുണ്ടൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്നത് കാണുന്നത്, അതൊക്കെ നമ്മുടെ മനസ്സിൽ കാണുന്നത്, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ വിഷുക്കോടി സമർപ്പിക്കാനായിട്ട് പോകുകയാണ്. ഭഗവാന് നല്ല സന്തോഷം ഉണ്ടായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ആ സന്തോഷമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ കേട്ടോ. അപ്പോൾ കോടി സമർപ്പിക്കാനായിട്ട് നൽകിയവരും അതുപോലെ തന്നെ അങ്ങനെ നൽകാൻ സാധിക്കാത്തവരും അങ്ങനെയുള്ളവരുണ്ടായിരിക്കുമല്ലോ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഭഗവാൻ അങ്ങനെ പക്ഷഭേദമൊന്നുമില്ല കേട്ടോ. മനസ്സുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകളൊക്കെ നേരെയാണ്. നന്നായി ആഘോഷിക്കുക. പിന്നെയും പറയണു, പടക്കമൊക്കെ പൊട്ടിക്കുക, പൂത്തിരിയൊക്കെ കത്തിക്കുക. ഞങ്ങളുടെ ശുക്രനും അതുപോലെ തന്നെ മാധവും, ഇവർക്ക് മാധവന് പടക്കമൊക്കെ നല്ല പേടിയാനോട്. പിന്നെ പറയാനായിട്ടൊന്നും അറിയില്ല, പടക്കം വേണമെന്ന് പറയാനായിട്ട് അറിയില്ല. ശുക്രന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ശുക്രന് ആദ്യം തന്നെ എന്താ പടക്കമൊന്നും പൊട്ടിക്കാത്ത, നമുക്കൊന്നും വിഷു ഇല്ലേ എന്നൊക്കെ രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു വീട്ടിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ രണ്ടുപേരെയും കൂടിയിട്ട് പടക്കവും അതുപോലെ തന്നെ പൂത്തിരിയും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. നല്ല ഉഷാറോട് കൂടിയിട്ടോ ശുക്രനൊക്കെ വന്നത്. നല്ല സന്തോഷമാകെ സഞ്ചിയൊക്കെ തൂക്കി പിടിച്ചിട്ടുള്ള വരവനെ രസമായിരുന്നു. വീട്ടിൽ വന്നിട്ട് പടക്കം പൊട്ടിക്കാം എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് പിന്നെ ശുക്രനെ കാണാനില്ല. ശുക്രൻ അപ്രത്യക്ഷനായിട്ട്. കുഞ്ഞാവയ്ക്ക് പിന്നെ ഇത് എന്താണെന്ന് അറിയില്ല. പടക്കം എന്ന് ഞങ്ങൾ പറയാറുണ്ട്, അതിൻ്റെ ടോട്ടോ എന്നുള്ള ശബ്ദമാണ്, അത് മാത്രമേ കുട്ടിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. പടക്കം മലപ്പടക്കായിരുന്നു. അത് പൊട്ടിച്ചതോടുകൂടി കുഞ്ഞാവ് നല്ല കരച്ചിലായി. ശുക്രനെ ആ വഴിക്ക് കാണാനുമില്ല. പിന്നെ ശുക്രൻ വരുന്നില്ല. അപ്പോൾ പടക്കം പൊട്ടിച്ചതുകൊണ്ട് കുട്ടി വിചാരിക്കണത് ഇനി കത്തിക്കുന്ന പൂത്തിരി എല്ലാതും ഈ ശബ്ദമുള്ളതാണെന്നാ.
അപ്പോൾ കുട്ടികളിനെയൊക്കെ കാണിച്ചു കൊടുക്കുക, അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക, ശ്രദ്ധയോട് കൂടിയിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷുവിൻ്റെ ആശംസകൾ നേരെയാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.